ഞങ്ങളുടെ വീട്ടിലുള്ള റോസച്ചെടിയാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാരണം നിങ്ങൾക്കിത് അറിയാവോന്നറിയില്ല. ഇപ്പോൾ ഇതിന്മേൽ 2 പൂവുണ്ട്. ഒരെണ്ണം വിരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് അധികം മൊട്ടുണ്ട്. 5, 6, 7, 8 ഓളം മൊട്ടുണ്ട്. എപ്പോഴും പൂവാണിതിൻ്റെ. കാരണം നമ്മൾ ഓരോ പൂ വിരിഞ്ഞ് കഴിയുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് അത് വാടി പോവാനായിട്ട് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇന്നലെ അതൊരു വാടിയ പൂ ഇതുമേലുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതാണിത് ഈ നിൽക്കുന്ന കമ്പ്. അതുപോലെ കട്ട് ചെയ്തത് ഇത് കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് കട്ട് ചെയ്തത് കണ്ടോ, കട്ട് ചെയ്ത ഉടനെ തന്നെ പിന്നെ തളിര് വരുന്ന കണ്ടോ, പൊട്ടിക്കിളുത്ത് തളിര് വരുന്നു. ഇതിനും അതുപോലെ തന്നെയാണ്. അങ്ങനെ കട്ട് ചെയ്തതാണ് ഇത്. ഇതിനും പെട്ടെന്ന് തന്നെ വേഗം ആ ഭാഗത്തുനിന്ന് വേഗം ശിഖരം വന്ന് മൊട്ടാവുക ചെയ്യണം. സാധാരണ ചില വീടുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിങ്ങനെ പറിച്ച് കളയാതെ പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ അതങ്ങനെ നിൽക്കും. പക്ഷെ അതങ്ങനെ നിർത്താതെ നമ്മൾ ഉടനെ തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞ് വരുമ്പം ഇരുന്ന് തന്നെ റോസ വളരും. നല്ല ഭംഗിയാണ് ചെടിക്കകത്ത് ഇങ്ങനെ നിൽക്കണ കാണാൻ. ഒരുപാട് ഉയരത്തിൽ പോവാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അറിയാമെന്നെങ്കിലും ഓക്കെ, അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഇത് പറയുവാണ്, ഷെയർ ചെയ്യുവാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് ഇരുന്ന് വളരും. പിന്നെ ആവശ്യമുള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാമല്ലോ, വേണ്ട വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് വേഗം പൊട്ടിക്കിളുത്ത് അതോടുകൂടി മൊട്ടും കൂടിയായിട്ടാണ് വരുന്നത്. അല്ലാതെ ശിഖരം മാത്രമായിട്ടല്ല, മൊട്ടും കൂടിയായിട്ടാണ് വരുന്നത്. അതിപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ, ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.